ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഒത്തിരി നാളായോ ഉണ്ടാക്കിയിട്ട്. നെത്തോലി ഞാനിത് പീരയൊക്കെ പറ്റിച്ച് കാണിച്ചിട്ടുണ്ട്, എൻ്റെ വീഡിയോയിലുണ്ട്. ഇന്ന് ഞാൻ ഇച്ചിരി നമ്മൾ മീൻ കറി വെക്കത്തില്ലേ അതുപോലെ ഇച്ചിരി അരപ്പൊക്കെ വെച്ച് ഓഫീസിൽ പോയില്ല, തുറന്നില്ല ഇന്ന്. അപ്പം ഇന്ന് അങ്ങനെയുള്ള ഇച്ചിരി പണികളുണ്ട് നമുക്കിവിടെ. അതുകൊണ്ട് നമ്മളിന്ന് തുറന്നില്ല. അപ്പോൾ ഞാൻ മീൻ വെട്ടിയിട്ട് കാണിക്കാം. നെത്തോലിയാണ്. നെത്തോലി ഫ്രൈയും ചെയ്യാം, നമുക്ക് കുറച്ച് കറിയും വെക്കാം. മീൻ ഞാൻ നല്ലതുപോലെ വെട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ ചെയ്യുന്നത് പൊരിക്കാനുള്ളതിന് പുരട്ടി വെക്കാം. ഓക്കെ, അപ്പം ഇതെൻ്റെ കറിവേപ്പിലക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പിലക്കൊക്കെ. ഇത് ഈ മീന് നമ്മുടെ നെത്തോലിക്ക് കുറച്ച് ഈ ഉലുമ്പ് കൂടുതലാണ്. അപ്പം അതിന് ഒന്നുകിൽ നാരങ്ങയും കൂടെ ചേർത്ത് കഴുകണം, അല്ലെങ്കിൽ വിനീഗറും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് കഴുകണം. അപ്പം ഞാൻ ഇപ്പം നാരങ്ങ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, ഞാൻ വിനീഗർ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് വെള്ളമൊക്കെ തോന്നി വരുമ്പോഴത്തേക്ക് ഞാൻ പോയി തേങ്ങ തിരുമ്മി അരച്ചിട്ട് വരാം. അതിന് പറ്റി നമുക്ക് ആ പൊരിക്കാനുള്ളത് ഒന്ന് പുരട്ടി വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പൊരിക്കാൻ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന്. മുളക്, മല്ലി, മഞ്ഞൾ, പിന്നെ പുളി മസ്റ്റായിട്ട് ചേർക്കും. പുളി, ഉപ്പ്, കുരുമുളക്. അപ്പം കുറച്ചിരിക്കട്ടെ. അപ്പം ഇന്നലെ മോളുടെ വീട്ടിൽ പോയ ആ എല്ലാം നിങ്ങളത് കണ്ടു നോക്കണേ. എൻ്റെതായി ഇവിടെ മാക്സിയുടെ ഇതിപ്പോൾ ഇടാൻ നേരം വിട്ട് കുറച്ച്. അപ്പം ഞാനത് റെഡിയാക്കും. പക്ഷേ മടിയാണ് തയ്ക്കാൻ. കീറിയത് ഇട്ടുകൊണ്ട് തന്നാണ് തയ്ക്കാൻ മടിയാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് ഇടാം നമുക്ക്. പിന്നെ അതങ്ങ് പുരട്ടി വെച്ചാൽ എൻ്റെ കുറച്ച് ജോലി അങ്ങ് കൊടുക്കും. കുറച്ച് മഞ്ഞപ്പൊടി. നല്ല അടിപൊളിയായിരുന്നു മോളുടെ വീട്ടിലെ ഊണ്. അവൾ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് വെച്ച് സാമ്പാർ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. അതെല്ലാം വയ്ക്കും അവള്. അല്പം പുളി വേണം എനിക്ക്. പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്കതെടുക്കാം. ഓണമൊക്കെ അടുത്ത് നമുക്ക് ഓണവിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഇച്ചിരി നേരത്തെ ഉണ്ടാക്കും. ഇപ്പം ഈ നമ്മുടെ അച്ചാർ ഐറ്റംസൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കും. കാരണം എന്ന് വെച്ചാൽ ഈ നാരങ്ങയൊക്കെ നമുക്കൊന്ന് റെഡി ആവണമല്ലേ. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ നാരങ്ങ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അച്ചാറിട്ടാൽ ഞാൻ കുറേ ഇട്ടിട്ട് അതങ്ങ് വെച്ചേക്കും. നമ്മുടെ വീട്ടിൽ ഇലിമ്പിപ്പുളിയുടെ അച്ചാർ ഞാൻ ഉണ്ടാക്കിയത് എത്ര നാൾ ലാസ്റ്റ് ചെയ്തെന്നറിയാത്. ഒരു വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചേർത്തില്ല, നല്ലതുപോലെ അത് ലാസ്റ്റ് ചെയ്തു. അപ്പം ഇത് ഞാൻ പുരട്ടി വെച്ച് ഇനി നമ്മൾ മീനിൻ്റെ അരച്ചോണ്ട് വരുമ്പോൾ ഉടനെ തന്നെ നമുക്കതങ്ങ് വറുക്കാനും എടുക്കാം കേട്ടോ. ഇത് ഇതിനകത്തിരിക്കട്ടെ, ഈ ചട്ടിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ ആക്കിയിട്ടുണ്ട്. മോടെ വീട്ടിലും ഉണ്ടല്ലോ പൈപ്പുകളൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ എളുപ്പം ഓരോന്നെടുത്ത് അപ്പം അങ്ങ് കഴുകി വെക്കാം. അങ്ങനെ ആണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഗുണമാണ്. അപ്പം ഞാൻ പോയി തേങ്ങ തിരുമ്മി അരച്ചിട്ട് ഓടി വരാം. നിങ്ങളെ കാണിക്കാം. ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഉറപ്പായിട്ടും കാണിക്കേ. അപ്പം ആദ്യം പോയി തേങ്ങ അരച്ചിട്ട് തിരുമ്മിയിട്ട് വരാം. അപ്പം ഞാൻ തേങ്ങ തിരുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങ തിരുമ്മി ചേർക്കാൻ പോവാണ്. തേങ്ങ ഇട്ട് ഞാൻ നമ്മുടെ ജാറിനകത്ത് തേങ്ങയുടെ കൂടെ ഇടുന്നത് മുളക് എരി കുറച്ചിട്ടിട്ട് പിന്നെ വേറൊരു കാര്യം ചെയ്യാം. അത് സസ്പെൻസ് അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പം തേങ്ങ ഇട്ടു. ഇനി വേണ്ടുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുളക് കുറവായതുകൊണ്ട് കുറച്ച് മുളക് കുറച്ചാണ് ഇടുന്നത്. ഞാനിത് എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇത് നോക്കിയിട്ട് പറയാം, അയ്യേ ഇങ്ങനെയാണോ കറി വെക്കുന്നതെന്ന് പറയാം. നമ്മൾ മുളക് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം മുളക്
പിന്നെ മഞ്ഞപ്പൊടി, അല്ല മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി, അതും കൂടെ ചേർത്തൊന്ന് ഞാൻ നല്ലപോലെ അരച്ചിട്ട് വരാം, നന്നായിട്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, ഓടിക്കൊണ്ടുപോയി അരച്ചിട്ട് വരാം. നമ്മുടെ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങളെല്ലാം നല്ലതുപോലെ കാണിച്ചു തരാം. അപ്പം നമുക്ക് അതും കാണാം, കറി വെക്കുന്നത് കാണണ്ടേ, അടുപ്പൊക്കെ കാണണ്ടേ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അരച്ചത് ഇത് ഒരുവിധം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണം മീൻകറിക്ക്. പിന്നെ ഇച്ചിരി പരപരാന്ന് അരയ്ക്കാം, അത് നമ്മൾ മാങ്ങയിട്ടൊക്കെ വെക്കുന്ന കറിക്ക് അങ്ങനെ വെക്കാം കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ ഈ കളറാണെന്ന് പറഞ്ഞ് പേടിക്കണ്ട, ഇനി ഞാനൊരു സംഭവം ചെയ്യും. ഇതിപ്പോൾ മുളക് ഇച്ചിരി കുറച്ചാണ് എടുത്തേക്കുന്നത്. ഇനി മതി കറി കേട്ടോ. ഇനി ഞാൻ അടുപ്പ് ഓണാക്കാം. ഓണാക്കിയിട്ട് ഒന്ന് തിളയ്ക്കുമ്പം നോർമൽ ചെയ്യുന്ന കണക്ക് ഇൻ ബിറ്റ്വീൻ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേക്കാം. പുളി കുടംപുളി അല്ല ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, നോർമൽ പുളി, പിഴിപുളി, അതും കൂടി ഉപയോഗിക്കും. പിന്നെ ഞാൻ ഈ അടുപ്പിനകത്ത് എൻ്റെ ചെടികളൊക്കെ കണ്ടോ, ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ ഒരെണ്ണവും കൂടെ ഇരിക്കുന്നെന്ന് കണ്ടെന്ന് മേളിൽ. അപ്പോൾ അതെടുത്തോണ്ട് വന്ന് ഇതിനകത്തു നിന്നൊക്കെ എല്ലാം കുറച്ച് കുറച്ചൊക്കെ വെട്ടി അതിനകത്തും കൂടെ ആക്കി വെച്ച്. ഇത് നോക്കിക്കോ, അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് വറുക്കാനും കൂടെ അങ്ങ് വെക്കാം. ഈ അടുപ്പിനകത്തോട്ട് വറുക്കാനും കൂടെ അങ്ങ് വെക്കാം. ആ ഗ്യാസ് ഓണാക്കി കൊടുക്കുക. ഇതിനകത്ത് പുളി ഒഴിച്ചിട്ടില്ല, അത് ഞാൻ ഒഴിക്കും. നല്ല വെളിച്ചെണ്ണയിൽ വേണം മീൻ പൊരിക്കേണ്ടെന്ന, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും. അപ്പം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്ന പുളി മറ്റേ കറിക്കകത്ത് ചേർക്കാം നമുക്ക് കേട്ടോ. ആവശ്യത്തിനുള്ള പുളി ഞാൻ പുളിയെ പിരിയുന്നത് ആ ജാറിനകത്ത് കുറച്ച് വെള്ളം ഇരുന്നത് അത് വെച്ചിട്ടാണ് പിഴിയുന്നത് കേട്ടോ. അതിനകത്ത് വെള്ളം തിളക്കട്ടെ. പുളി ഇതിനകത്ത്, അതായത് തേങ്ങ അരച്ച് വെക്കുന്ന കറിക്ക് പുളി കൂടുതലായി പോയാൽ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ, ഞാൻ എളുപ്പം നമുക്ക് മീൻ പറക്കിയിടാം. എനിക്ക് ഈ തവി വെച്ച് ഇളക്കുന്നതാണ് ഇഷ്ടം മീൻ കറി, അതാണ് എൻ്റെ ഫേവററ്റ് തവി. അപ്പം എണ്ണ ഒരുവിധം നല്ല ചൂടായിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. ഞാൻ പൊരിക്കാൻ സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പം ഒന്ന് മരുന്ന് കിട്ടും കേട്ടോ. കറക്റ്റ് ഞാൻ ഉപ്പ് ചേർത്തേക്കണം, തൊട്ട് നോക്കി കറക്റ്റ്. കുറച്ച് തീ കുറച്ച് വെക്കുക, ചൂടാവുന്നത് വരെ ഞാൻ നല്ലപോലെ തീയിലാണ് വെച്ച്. ഇനി ഇച്ചിരി കുറച്ച് വെക്കാം. ഇവിടെ ഇച്ചിരി പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് പോവാഞ്ഞത്. എന്തെങ്കിലും വെള്ളമോ അതും ഇതൊക്കെ വേണമെങ്കിൽ ഞാനുണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. 2 ദിവസത്തേക്ക് ഞാനായിരിക്കും മിക്കവാറും. ഓക്കെ, അതവിടെ ആവട്ടെ. ഇനി നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളയ്ക്കുന്നു, ഒരുവിധം തിളച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുക ഇതിന്. ഉപ്പ് ഒരു സ്വല്പം ഉപ്പും കൂടെ ആകാം, കാരണം മീൻ ഇടുന്നത് കൊണ്ട് ഒരല്പം ഉപ്പ് കൂടി ഇടാം. ഞാൻ ഉപ്പിട്ട് കൊടുത്ത്. നിങ്ങൾക്ക് എന്ത് ഈസിയായിട്ട് പഠിക്കാൻ ഇതായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ എളുപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, അതേ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഓടി ഓടി വന്ന് ഇത് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ അടയ്ക്കാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓടിപ്പോയി കറിവേപ്പില വെച്ചണം. കറിവേപ്പില പിച്ചിയില്ല,
അപ്പം വെള്ളം തിളച്ച് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യും, നിങ്ങൾ നോക്കിക്കോണം. കറി ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഞാനിതിട്ട് കൊടുക്കും കേട്ടോ. ടിങ് ടിങ് ടിങ്. നല്ല പോലെ നിങ്ങൾ നാരങ്ങ ഇട്ടോ അല്ലെങ്കിൽ വിനീഗർ ഇട്ടോ ഈ നെത്തോലി മീൻ കഴുകുമ്പോൾ കഴുകുക. ഭയങ്കര ഉലുമ്പാണ് ഇതിന് കേട്ടോ. അപ്പം ഉലുമ്പിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അത് നന്നായിട്ട് പോകണം. താത്ത് വെച്ച് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ആവട്ടെ. അപ്പോഴത്തേനും ഞാൻ ഓടി വരാം. മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. അപ്പം ഇതിനകത്ത് ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ കുറച്ച് കടുക് വറുക്കാൻ വെക്കും. അപ്പോഴാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത് കേട്ടോ. നമുക്ക് തൽക്കാലം തക്കാളി ഇട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി അല്പം ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നു. ഇവിടെ എന്തോത്തിൻ്റെയാണെന്നറിയാം മീൻ പൊരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ച ഭയങ്കര സ്മെല്ല്. നമ്മുടെ അവിടെ ഓഫീസിൽ ഇരിക്കുമ്പോഴും ഇതേപോലെ ഉച്ച സമയമാകുമ്പോൾ മീൻ പൊരിക്കുന്ന മണമോ, അയ്യോ എന്തോ മണമാണെന്നറിയാമോ. ആ മീൻ പൊരിക്കുന്ന മണം ഭയങ്കര ഒരു എന്തോ. അപ്പം ഞാനേ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. മീൻ നമ്മുടെ ഫ്രൈ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിന് കടുക് വറുക്കാൻ പോവാം കേട്ടോ. നല്ല പരുവ് കേട്ടോ. ഈ ഞാൻ കടുക് വറുക്കാൻ പോകുന്നത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചാണ് കടുക് വറുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് വെച്ച് കടുക് വറുക്കാം. അതിനകത്തെ ട്വിസ്റ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരും കേട്ടോ. ഞാൻ അടുപ്പിൽ പാൻ വെച്ചു. ഇത് നമുക്ക് അടച്ച് തന്നെ വെക്കാം. പാൻ കറിവേപ്പില എടുത്തോണ്ട് വന്നില്ലേ. ഇത് പാനൊന്ന് ചൂടാകുമ്പോഴത്തേന് ഞാൻ ഓടിപ്പോയി കറിവേപ്പിലോട്ട്. നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് ക്രിസ്പി ആവണ്ട പൊരിക്കുന്നതിന്. അങ്ങനെ ഇരുന്നാൽ മതി. അതൊന്ന് ഒലിച്ച് വെള്ളം വന്നോളും. പിന്നെ കടുക് വറുക്കാൻ വെച്ചേക്കുന്നതിനകത്ത് ഞാൻ എണ്ണ ഒഴിക്കുക കേട്ടോ. ഇനിയാണ് കാര്യം നടക്കേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. ഇനി ആ ട്വിസ്റ്റ് വരുന്ന ഭാഗം നിങ്ങളെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് മീനെടുത്ത് വെച്ചാലും മതി. ഓക്കെ. ഇതാ കടുക് വറുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മുളക് ഇതിനകത്തൊന്ന് വറുത്തിയെടുക്കും. തീ ഓഫാക്കി ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ചതാ. കുറേ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കും. കറിയുടെ ആ ഒരു രീതിയെ മാറി കണ്ട. ഇങ്ങനെ വേണം നിങ്ങൾ ഒന്ന് കറി വെച്ച് നോക്കുക. ഭയങ്കര ടേസ്റ്റായിരിക്കും ഇങ്ങനെ വെക്കുന്നതിന് കേട്ടോ. കണ്ടല്ലേ. ഇനി ഒന്ന് ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് തന്നെ വേണ്ട, ഒരു 2 മിനിറ്റ്
അത്രയും മതി. അപ്പോൾ അതൊന്നും ഇരുന്നൊന്നാവട്ടെ. അപ്പോഴത്തേന് നമുക്ക് നോക്കാം, ഉപ്പൊക്കെ നോക്കാം എങ്ങനെയുള്ളത്. ഉപ്പൊക്കെ അറിയാം, ഉപ്പ് ശരിയായി കറി കേട്ടോ, നല്ല അടിപൊളിയായി. ഞാൻ തീ ഓഫാക്കി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് വെച്ച് അടച്ച്, കാരണം അതെല്ലാം കൂടെ ഒന്ന് മണം ഒന്ന് അതിനകത്ത് തന്നെ തിങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കണ്ടല്ലേ മീൻകറി വെക്കുന്നത്, സൂപ്പർ, നല്ല മണവും നല്ല ഗുണമുള്ള കറിയാണ്. അപ്പോൾ ഇതേ കണക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.